ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. 5 പേർക്കെതിരെ കൂടി നിർണായക തെളിവുകൾ SITക്ക് ലഭിച്ചു. ശബരിമല സന്നിധാനത്ത് SITയുടെ പരിശോധന തുടരുകയാണ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്നാണ് വിവരം. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം കവർന്ന സംഭവത്തിൽ 16 പേരെയാണ് സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരുന്നത്. ഇതിൽ 11 പേരെ അറസ്റ്റ് ചെയ്തു. ബാക്കി 5 പേരുണ്ട്. ഇതിൽ 3 പേരുടെ പങ്കിനെക്കുറിച്ച് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇടപെടൽ നടത്തിയതിന്റെ രേഖകളും മറ്റു തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കട്ടളപ്പാളി കേസിൽ 13 പേർക്കെതിരെയായിരുന്നു അന്വേഷണം. ഇതിൽ 11 പേർ അറസ്റ്റിലായി. മറ്റു 2 പേരെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. ശബരിമലയിൽ നിന്ന് 2025 ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊടുത്തുവിടുമ്പോൾ PS പ്രശാന്ത് ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പ്രശാന്തിനെ നേരത്തെ ഒരു തവണ ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ഹാജരാവാൻ പ്രശാന്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളെയും വൈകാതെ ചോദ്യം ചെയ്യും. UDF സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയും സംശയത്തിന്റെ നിഴലിലാണ്. 2017 പുതിയ കൊടിമരം സ്ഥാപിച്ചതും അതിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൊടുത്തുവിട്ടതുമാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ബോർഡിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്. ശബരിമലയിലെ പഴയ വാതിലുകളിലെയും പ്രഭാമണ്ഡലത്തിലെയും സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സന്നിധാനത്തെ SITയുടെ പരിശോധന. സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി ഒരു ദിവസത്തേക്കാണ് SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. മീഡിയ 1 തിരുവനന്തപുരം.